എല്ലാവർക്കും നമസ്കാരം. മേക്സ് ടുഡേയിലേക്ക് സ്വാഗതം. അപ്പോൾ IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഒരു ചേസ് ചെയ്ത് ജയിച്ച പോരാട്ടമായിരുന്നു കഴിഞ്ഞ ദിവസം രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ നേടിയെടുത്തത്. മത്സരത്തിൽ നമുക്കറിയാം ജോസ് ബട്ട്ലറുടെ ഒരു സെഞ്ചുറി തന്നെയായിരുന്നു രാജസ്ഥാൻ റോയൽസിനെ കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതും സീസണിലെ 6ാം വിജയം നേടിയെടുക്കാൻ സഞ്ജു സാംസണിൻ്റെ സംഘത്തിന് സാധിച്ചതും. സീസണിലെ 2ാം സെഞ്ചുറി ആയിരുന്നു ബട്ട്ലർ KKRനെതിരെ കുറിച്ചത്. അപ്പോൾ മത്സരത്തിൽ ബട്ട്ലറുടെ ആ ഒരു പ്രകടനം നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെ. കാരണം ആദ്യ പവർ പ്ലേയിൽ തന്നെ ക്യാപ്റ്റൻ സഞ്ജു സാംസണെയും വെടിക്കെട്ട് ബാറ്ററുള്ള യശസ്വി ജയ്സ്വാളിനെയും നഷ്ടപ്പെട്ട രാജസ്ഥാൻ വമ്പൻ സ്കോറിലേക്ക് ബാറ്റ് വീശി രാജസ്ഥാനെ അവിടെ നിന്നും ബട്ട്ലറിൻ്റെ ആ ഒരു ഒറ്റയാൻ പോരാട്ടം തന്നെയായിരുന്നു. ഒപ്പം അവസാന ഓവറുകളിൽ ആഞ്ഞടിച്ച റോമാൻ പവൻ്റെ ഒക്കെ വെടിക്കെട്ട് കൊണ്ട് തന്നെയായിരുന്നു ത്രില്ലർ പോരാട്ടത്തിൽ കൊൽക്കത്തയെ വീഴ്ത്തിക്കൊണ്ട് രാജസ്ഥാൻ പോയിന്റ് ടേബിളിൻ്റെ തലപ്പത്ത് തന്നെ തുടരുന്നത്. അപ്പോൾ മത്സരശേഷം തൻ്റെ ആ ഒരു പ്രകടനത്തെ വിലയിരുത്തിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ സ്റ്റാർ ബാറ്റ്സ്മാൻ ജോസ് ബട്ട്ലർ. ഇന്ത്യൻ ക്രിക്കറ്റിൽ 2 ലെജൻഡറി പ്ലെയേഴ്സിനോടാണ് തൻ്റെ ആ ഒരു ഇന്നിങ്സിനെ അദ്ദേഹം ഇപ്പോൾ ഉപമിച്ചിട്ടുള്ളത്. മറ്റാരുമല്ല, വിരാട് കോഹ്ലി ആൻഡ് തല ധോണി. ധോണിയും കോഹ്ലിയും അവസാനം വരെ പല മത്സരങ്ങളിലും സ്വയം വിശ്വസിച്ച് തങ്ങളുടെ ആ ഒരു കഴിവുകളിൽ വിശ്വസിച്ചുകൊണ്ട് കളി തിരിച്ചു പിടിക്കുന്നത് പലതവണ നമ്മൾ കണ്ടിട്ടുള്ള കാര്യം തന്നെയാണ്. അതിനാൽ തന്നെ അത് തന്നെയായിരുന്നു താൻ ഇന്നലെ ആ ഒരു മത്സരത്തിലും ചെയ്തത്. അവരുടെ ആ ഒരു ശൈലിയിൽ തന്നെ കളിയിലേക്ക് തിരിച്ച് രാജസ്ഥാനെ കൊണ്ടുവരാൻ തന്നെയായിരുന്നു തൻ്റെ ആ ഒരു പദ്ധതി. ടീം മാനേജ്മെൻറ്റ് പരിശീലകൻ കുമാർ സംഘക്കാരും തന്നോട് ആ ഒരു കാര്യം തന്നെയായിരുന്നു ആവശ്യപ്പെട്ടതും. അങ്ങനെയായിരുന്നു മത്സരശേഷം രാജസ്ഥാൻ റോയൽസിൻ്റെ പ്ലെയർ ഓഫ് ദ മാച്ച് ആയിട്ടുള്ള ജോസ് ബട്ട്ലർ തൻ്റെ ആ ഒരു ഇന്നിങ്സിനെ വിശേഷിപ്പിച്ചത്. വിരാട് കോഹ്ലിയും മഹേന്ദ്ര സിംഗ് ധോണിയുമാണ് തൻ്റെ ആ റോൾ മോഡൽസ്. ഇരുവരുടെ സ്റ്റൈലിൽ ബാറ്റ് വീശാനാണ് താൻ ശ്രമിക്കുന്നതെന്നും KKRനെതിരെ വലിയധികം സമ്മർദ്ദത്തിലേക്ക് പൊക്കോട്ട് നിമിഷവും ടീമിനെ വിജയിപ്പിക്കാൻ വേണ്ടി അവസാനം വരെ പോരാടുക, അവസാനം വരെ വിക്കറ്റ് കളയാതെ ക്രീസിൽ നിൽക്കുക എന്ന് തന്നെയായിരുന്നു തൻ്റെ ആ ഒരു സ്ട്രാറ്റജി എന്നും ബട്ട്ലർ ദ ജോസ് പോസ് ഇപ്പോൾ വിശേഷിപ്പിക്കുന്നുണ്ട്. ശരിക്കും ജോസ് ബട്ട്ലറുടെ ആ ഒരു ഫോമിലേക്കുള്ള തിരിച്ചുവരവ് രാജസ്ഥാനെ സംബന്ധിച്ച് ഏറെ ഗുണകരമാണ്. കാരണം ഓപ്പണിങ്ങിൽ യശസ്വി ജയ്സ്വാളിൻ്റെ ഫോമില്ലാതെ തുടരുമ്പോഴും